തമിഴ്നാടാണെങ്കിലും കുടിയേറിയ മലയാളികളുടെ വോട്ടുകൾ നീലഗിരി മണ്ഡലത്തിൽ സുപ്രധാനമാണ്. 30% വരുന്ന മലയാളി വോട്ടർമാർക്ക് ഇവിടുത്തെ സ്ഥാനാർത്ഥികളുടെ ജയവും പരാജയവും നിർണ്ണയിക്കാനുള്ള സ്വാധീനമുണ്ട്. DMK സ്ഥാനാർത്ഥിയായ എ രാജയ്ക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വോട്ടുകൾ ലഭിച്ചത് ഗൂഡല്ലൂർ, ഭവാനിസാഗർ അസംബ്ലി മണ്ഡലങ്ങളിൽ നിന്നായിരുന്നു. അതുകൊണ്ട് തന്നെ മലയാളികളുടെ വോട്ടുകൾ ഇത്തവണ നിർണായകമാണ്. മണ്ഡലത്തിലെ പ്രധാന കേന്ദ്രമായ ഗൂഡല്ലൂരിൽ 1,67,400 വോട്ടുകളാണുള്ളത്. ഇതിൽ 50,000-ഓളം വോട്ടുകൾ കുടിയേറിയ മലയാളികളുടേതാണ്. വനസംരക്ഷണത്തിന്റെ പേരിലുള്ള കുടിയിറക്ക ഭീഷണിയാണ് മലയാളികൾ നേരിടുന്ന പ്രധാന പ്രശ്നം. ഇത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. மேட்டுப்பாளையத்தில் இருக்கக்கூடிய பவானிசாகர் தொகுதியும் கூடலூர் தொகுதியும் தான் மிகப்பெரிய தொகுதி. ஏறத்தாழ வேட்பாளரின் வெற்றியை தீர்மானிக்கக்கூடிய தொகுதியாகவே இந்த ரெண்டு தொகுதிகளும் பார்க்கப்படுகிறது. குறிப்பாக கடந்த முறை வெற்றி பெற்ற ராசா அவர்கள் பவானிசாகர் தொகுதியிலே கிடைத்த வாக்குகள் அடிப்படையிலும் கூடலூர் பகுதியிலே கிடைத்த வாக்கு அடிப்படையிலும் தான் அவர் அதிகமான வாக்குகளை பெற்று வெற்றி பெற முடிந்தது. அதனால் நிச்சயமாக வேட்பாளரின் வெற்றியை தீர்மானிக்கக்கூடிய தொகுதிகளாகவே இந்த ரெண்டு தொகுதிகளும் பார்க்கப்படுகிறது. മലയാളി വോട്ടർമാരെ വരുതിയിലാക്കാൻ സ്ഥാനാർത്ഥികൾ ഇവരുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് പ്രചാരണത്തിൽ കാര്യമായി ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. എന്നാൽ DMK സ്ഥാനാർത്ഥിയായ എ രാജ ഇതുവരെ ഭൂമി പ്രശ്നത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. മലയാളികൾ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് കീഴിലാണ് അണിനിരന്നിട്ടുള്ളത്. கூடலூரை பொறுத்த வரைக்கும் கிட்டத்தட்ட 1,67,000 வாக்குகள் இந்த பகுதியில் உள்ளது. அதில் குறிப்பாக மலையாளிகளுடைய வாக்கு என்பது கிட்டத்தட்ட 45,000 முதல் 50,000 வாக்குகள் என்று கூறப்படுகிறது. இந்த நிலையில் கூடலூர் பகுதியை பொறுத்த வரைக்கும் இங்கு வெற்றி பெறக்கூடிய வேட்பாளருடைய வெற்றியை மலையாளிகள் தீர்மானிப்பதாக கருதப்படுகிறது. മുസ്ലിം ലീഗ്, കോൺഗ്രസ്, DMK, CPM തുടങ്ങിയ പാർട്ടികളിലാണ് മലയാളികൾ കാര്യമായുള്ളത്. വനം വകുപ്പുമായി നിരന്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതും മലയാളികൾ ഏറെയുള്ളതുമായ ഓവാലി പഞ്ചായത്തിലെ 18,000-ഓളം വരുന്ന വോട്ടർമാർ ഇത്തവണ പോളിംഗ് ബൂത്തുകളിൽ എത്തുന്നില്ല. പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ ആർക്കും വോട്ട് ചെയ്യേണ്ടെന്ന നിലപാടാണ് ഇവിടത്തുകാരുടേത്. പതിറ്റാണ്ടുകളായി ഭൂമിയുടെ അവകാശത്തിനു വേണ്ടിയുള്ള സമരത്തിലാണ് ഗൂഡല്ലൂരിലെ ഭൂരിഭാഗം വരുന്ന മലയാളികളും. പതിറ്റാണ്ടുകൾക്ക് മുൻപ് നിലമ്പൂർ കോവിലകം, നടുവത്തൂർ മന, നെല്ലിയാളം റാത്തി എന്നിവയുടെ കൈവശമുണ്ടായിരുന്ന ഭൂമികളിലാണ് മലയാളികൾ അടക്കമുള്ളവർ കുടിയേറിയത്. മലബാർ, തിരുവിതാംകൂർ മേഖലകളിൽ നിന്നായിരുന്നു കുടിയേറ്റം. ഇവരിൽ ഭൂരിഭാഗം പേർക്കും പട്ടയം ലഭിച്ചിട്ടില്ല. ഇതിനായി പ്രക്ഷോഭം തുടരുന്ന സാഹചര്യത്തിലാണ് 2009 സ്വകാര്യ വനം സംരക്ഷണ നിയമം വരുന്നത്. ഇതോടെ ഭൂമിയുടെ ക്രയവിക്രയങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളും നിലച്ചു. ഭൂമിയുടെ അവകാശ സ്ഥാപനത്തിനായി നടത്തിയ പ്രക്ഷോഭങ്ങളിൽ ആത്മാഹുതി ചെയ്ത മലയാളികൾ വരെയുണ്ട് ഇവിടെ. നിയമത്തിലെ വിവിധ സെക്ഷനുകളിൽപ്പെടുത്തിയാണ് ഗൂഡല്ലൂരിലെ കൈവശ ഭൂമികൾ വനഭൂമിയാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. സ്വകാര്യ ഭൂമികളിലെ വനവൽക്കരണമാണ് ഇതിൽ പ്രധാനം. പലർക്കും പട്ടയം നൽകിയെങ്കിലും നികുതിയെടുക്കുന്നത് കൈവശക്കാരൻ വനഭൂമി കൈവശം വയ്ക്കുന്നതിന് പിഴയടക്കുന്ന തരത്തിലാണ്. ഗൂഡല്ലൂർ താലൂക്കിലെ 124 വില്ലേജുകളാണ് സ്വകാര്യ വനവൽക്കരണ നിയമത്തിന്റെ പരിധിയിൽ വരുന്നത്. ചെറുത്തുനിൽപ്പുകളുണ്ടെങ്കിലും വനംവകുപ്പും പോലീസും ഏതു നിമിഷവും സ്ഥലത്തെത്തി കാർഷിക വിളകൾ നശിപ്പിക്കും. മുതുമല കടുവാ സങ്കേതത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെ കുടുംബങ്ങളാണ് ഏറെക്കാലമായി സമരരംഗത്തുള്ളത്. തെരഞ്ഞെടുപ്പിൽ വോട്ട് ബഹിഷ്കരണമടക്കമുള്ള പ്രതിഷേധ പരിപാടികൾ തീരുമാനിച്ചത് അതിനാലാണ്. BJP സ്ഥാനാർത്ഥി ഗുരുമൂർത്തിയെ അയോഗ്യനാക്കിയതാണ് മണ്ഡലത്തിലെ മറ്റൊരു പ്രധാന ചർച്ചാ വിഷയം. NDA മുന്നണിയിലുള്ള വിവിധ പാർട്ടികൾ ഇവരുടെ നിലപാടുകൾ വ്യക്തമാക്കിയിട്ടില്ല. ഇവരുടെ വോട്ടുകൾ ഫലത്തെ മാറ്റിമറിക്കാൻ കഴിയുന്നവയാണ്. DMK, AIADMK എന്നിവയ്ക്കൊപ്പം BJP സ്ഥാനാർത്ഥി കൂടി പത്രിക നൽകിയതോടെ നീലഗിരിയിൽ ത്രികോണ മത്സരത്തിന് അരങ്ങൊരുങ്ങിയിരുന്നു. എന്നാൽ BJP ദേശീയ പാർട്ടിയാണെന്ന രേഖ നൽകാൻ വൈകിയതിലൂടെ സ്ഥാനാർത്ഥി ഗുരുമൂർത്തി അയോഗ്യനായി. ഈ വോട്ടുകൾ എവിടെ വീഴുമെന്നതാണ് മണ്ഡലത്തിലെ മുന്നണികളുടെ പ്രധാന ചർച്ചാ വിഷയം. BJPക്കൊപ്പം വൈക്കോയുടെ MDMK, പാട്ടാളി മക്കൾ കച്ചി, കൊങ്കനാട് സംഘം, IJK എന്നിവരാണ് NDA മുന്നണിയിലുള്ളത്. ഇതിൽ MDMKക്ക് മണ്ഡലത്തിൽ കാര്യമായ സ്വാധീനമുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലെ ശക്തമായ സ്വാധീനമായി BJP സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ വ്യക്തമായ രേഖകൾ ഹാജരാക്കാതെ സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെട്ടത് BJPക്ക് തിരിച്ചടിയായി. ഇത് ദേശീയ തലത്തിൽ വരെ ചർച്ചയായി. ചെറുതല്ലാത്ത സ്വാധീനമാണ് NDAക്ക് മണ്ഡലത്തിലുള്ളതെന്നത് ഇതിലൂടെ വ്യക്തം. അതുകൊണ്ട് തന്നെയാണ് ഈ വോട്ടുകൾ മണ്ഡലത്തിൽ നിർണായകമാകുന്നത്. മത്സരരംഗത്ത് പ്രധാനമായും DMKയും AIADMKയുമാണുള്ളതെങ്കിലും നീലഗിരി മണ്ഡലത്തിന്റെ ഭാവി നിർണ്ണയിക്കുക മലയാളി വോട്ടർമാരും NDA മുന്നണിയിലെ പാർട്ടികളുമായിരിക്കും. വിജയപ്രതീക്ഷകൾ ഇരു സ്ഥാനാർത്ഥികളും പങ്കുവെക്കുന്നുണ്ടെങ്കിലും നിഷ്പക്ഷമായ ഇത്തരം വോട്ടുകൾ സ്ഥാനാർത്ഥികളുടെ വിജയത്തിനും പരാജയത്തിനും കാരണമാകും. മത്സരരംഗത്ത് പ്രധാനമായും DMKയും AIADMKയുമാണുള്ളതെങ്കിലും നീലഗിരി മണ്ഡലത്തിന്റെ ഭാവി നിർണ്ണയിക്കുക മലയാളി വോട്ടർമാരും
NDA മുന്നണിയിലെ പാർട്ടികളുമായിരിക്കും. വിജയപ്രതീക്ഷകൾ ഇരു സ്ഥാനാർത്ഥികളും പങ്കുവെക്കുന്നുണ്ടെങ്കിലും നിഷ്പക്ഷമായ ഇത്തരം വോട്ടുകൾ സ്ഥാനാർത്ഥികളുടെ വിജയത്തിനും പരാജയത്തിനും കാരണമാകും. ഇതോടെ ഇന്നത്തെ ഇലക്ഷൻ ഹൈവേ ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു മണ്ഡലത്തിലെ പോരാട്ട വിശേഷങ്ങളുമായി നാളെ ഇതേ സമയം വീണ്ടും കാണാം. നമസ്കാരം.